ഹലോ, ഫുഡ് ഫീസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിചാരിച്ചു ഇന്ന് വൈകുന്നേരത്തേക്ക് ദോശയും പരിപ്പ് വടയും സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന്. അപ്പോൾ പരിപ്പ് വട കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വൈകുന്നേരത്തെ 4 മണിയുടെ ചായക്കും കൂടി കഴിക്കാമല്ലോ. പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും ചായയൊക്കെ ഉണ്ടാക്കില്ല, ആ സമയത്തും കഴിക്കാം. പിന്നെ ബാക്കിയുള്ളത് ദോശയും സാമ്പാറിൻ്റെയും കൂടി കഴിക്കാം. അപ്പം ഞാനൊരു 12 മണിയായപ്പോൾ പരിപ്പ് 1.5 കപ്പ് കടലപ്പരിപ്പ് നന്നായി 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് മാറ്റി വെച്ചേ. ഞാൻ ഇഡ്ഡലിക്കും അരച്ച് വെച്ചായിരുന്നു ആ സമയത്ത് തന്നെ. അപ്പം ഞാൻ വൈകുന്നേരം ആകുമ്പോൾ പരിപ്പൊക്കെ നന്നായി കഴുകി വെള്ളം വരാൻ വേണ്ടി മാറ്റി വെച്ചു. അതിൽ നിന്ന് കുറച്ച് പരിപ്പെടുത്ത് ഞാൻ മാറ്റി വെച്ചേ. നമുക്ക് കടലപ്പരിപ്പ് ഉണ്ടാക്കുമ്പോൾ, പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ ആ കടലപ്പരിപ്പ് ഒന്ന് കടിക്കാൻ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള കടലപ്പരിപ്പ് ഉപ്പും കൂടി ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒരു 2 പ്രാവശ്യമായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നന്നായി പേസ്റ്റ് പരുവത്തിലാകുകയൊന്നും വേണ്ട. നമ്മൾ കൈ കൊണ്ട് തൊട്ട് കഴിയുമ്പോൾ ഒരു തരിതരിപ്പ് വേണം. അങ്ങനെ ഞാൻ എല്ലാം കൂടെ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചത്. വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർത്താതെ ഞാനൊന്ന് പൾസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരു ചെറിയൊരു സവാള നന്നായി ചെറുതായി കൊത്തി അരിഞ്ഞു, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില നന്നായി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് മുഴുവനോടെയുള്ള അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരിപ്പ് വട കഴിക്കുമ്പോൾ ചെറിയ ചെറിയ പീസസ്സായി കഴിക്കാൻ കിട്ടും. അപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പം ഞാനതൊന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് പരിപ്പ് സാമ്പാർ വയ്ക്കാം. എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഉള്ളത് വെച്ച് നമുക്ക് ഒരു തട്ടിക്കൂട്ടി സാമ്പാർ. ഞാനിവിടെ സാമ്പാർ പൊടിയിട്ടും വയ്ക്കാറുണ്ട്, തേങ്ങ അരച്ചും വയ്ക്കാറുണ്ട്. തേങ്ങ അരച്ചാണ് കൂടുതലായും വെക്കാറ്. തേങ്ങ വറുത്തരച്ച് വയ്ക്കും. സാമ്പാർ പൊടി ഇട്ട് വയ്ക്കുന്നത് വേറൊരു ടേസ്റ്റ്, തേങ്ങ അരച്ച് വയ്ക്കുന്നത് വേറൊരു ടേസ്റ്റ് അല്ലേ. ഞാൻ നോക്കുമ്പോഴത്തേക്ക് പരിപ്പൊക്കെ പാത്രത്തിൽ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന്. കുറച്ച് പരിപ്പ് എടുത്തിട്ട് ഞാനൊരു 1/4 കപ്പ് പരിപ്പ്, 1/4 കപ്പ് തന്നെ എടുത്തില്ല, കുറച്ച് പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. നന്നായി 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ആ സമയത്ത് നമ്മൾക്ക് പച്ചക്കറിയും കൂടി, സാമ്പാറിലേക്ക് വേണ്ട പച്ചക്കറിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പൊട്ടറ്റോ, ഒരു ചെറിയ ബ്രിഞ്ചോൾ, മത്തൻ ഉണ്ടായിരുന്നേ, മത്തൻ, ഒരു ക്യാരറ്റ്, അതും കൂടി ഇട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പില്ല, അതൊന്നും കൂടി വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം കുക്കറിലേക്കിട്ട് 1/2 ഗ്ലാസ് വെള്ളം മതിയേ. ആ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കുക്കറിലൊന്ന് വിസിലടിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അങ്ങനെ 2 വിസിൽ അടിച്ചതിന് ശേഷം കുക്കറൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ പരിപ്പ് വട ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ചായയുടെ സമയത്ത് കഴിക്കാമല്ലോ, സിംഗിൾ ചായ കുടിക്കുന്ന സമയത്ത് പരിപ്പ് വടയും കൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പരിപ്പ് വടയൊക്കെ നല്ല മൊരിഞ്ഞ് അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി പരിപ്പ് വടയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് 2 ട്രിപ്പായിട്ട് പരിപ്പ് വടയൊക്കെ എടുത്തു. നല്ല ചൂടായിരിക്കുന്ന എണ്ണയിൽ വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പരിപ്പ് വട ഉണ്ടാക്കാം. ഞാനിവിടെ ചെറിയ പരിപ്പ് വടയായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, പരിപ്പ് വട ഉണ്ടാക്കി. കുറേയൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ, ബാക്കി ഇത്രയുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് ഞാൻ മാറ്റി വെച്ചു എന്ന് പറഞ്ഞില്ലേ. ഇനി നമുക്ക് ഒന്നും കൂടി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 2 മുരിങ്ങാക്കോല്, ഒരു ചെറിയ കഷ്ണം സവാള, ഒരു തക്കാളി, അതും കൂടി ഇട്ടതിന് ശേഷം കുക്കറൊന്ന് അടച്ചു വെക്കാം. വിസിലിടേണ്ട ആവശ്യമൊന്നുമില്ല, വിസിലടിക്കണ്ട. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മുരിങ്ങാക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. പിന്നെ പെട്ടെന്ന് ഞാൻ തേങ്ങ ചിരവി എടുക്കുകയാണ്. നമ്മൾ വറുത്തരച്ച സാമ്പാറിലാണല്ലോ ഉദ്ദേശിച്ചത്. അപ്പോൾ തേങ്ങയൊക്കെ ചിരവി ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു, ജീരകം ഇട്ട് കൊടുത്തു, ഒരു 3 അല്ലി വെളുത്തുള്ളി, 1.5 ടീസ്പൂൺ മുഴുവനുള്ള മല്ലി, ഒരു 4-5 വറ്റൽമുളക്, അതും കൂടി ഇട്ടതിന് ശേഷം നന്നായി വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറായുമ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ച് കൊടുക്കാം.
ഈ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പുളിയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ അരക്കാറ്. കാരണം തക്കാളിക്ക് വലിയ പുളി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ചെറിയൊരു കഷ്ണം പുളിയും കൂടിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി അരച്ചെടുക്കാം. നല്ല സാമ്പാറിന് നല്ല റെഡ് കളറ് വേണമെങ്കിൽ ഈ മുളക് ആഡ് ചെയ്യുന്ന സമയത്ത് കാശ്മീരി മുളകും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇനി മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളവും കൂടി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്ത് ഞാൻ അപ്പോഴത്തേക്ക് മുരിങ്ങക്കായൊക്കെ നന്നായി വെന്തു. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ അതും കൂടി ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് തിളക്കാനായി മാറ്റി വയ്ക്കാം. എന്നൊരു 10 മിനിറ്റ് നന്നായി തിളച്ച് വരണം. നന്നായി തിളച്ച് വരുന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ കഷ്ണത്തിലേക്ക് തന്നെ ആവശ്യത്തിലധികം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അരപ്പൊഴിക്കുമ്പോഴും ആ ഉപ്പ് തന്നെ മതിയാവും. അപ്പോൾ എൻ്റെ സാമ്പാറിന് ഉപ്പൊക്കെ കറക്റ്റാണ്. ആ സമയത്ത് പെട്ടെന്ന് ഞാൻ ടോപ്പറൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇഡ്ഡലി മാവൊക്കെ ഇഡ്ഡലി മാവോ എന്ത് വേണേലും പറയാം, അതും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പാറൊക്കെ നന്നായി തിളച്ചു. ഇനി ഒരു 10 മിനിറ്റും കൂടി ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെക്കുവേ, നന്നായി ഒന്ന് തിളച്ച് വരാൻ വേണ്ടി. ആ തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഞാനിതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തിട്ട് കൊടുത്തു. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. പെട്ടെന്ന് ദോശ ഉണ്ടാക്കി. ഓൾറെഡി 7 o'clock ആയി. കുട്ടികളൊക്കെ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ദോശയും സാമ്പാറും പരിപ്പ് വടയും കൂടി കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ദോശ ചുടാറ്. വലിയ ദോശയാണ് എൻ്റെ. മസാല ദോശ പരത്തുന്ന പോലെയാണ് ദോശ ചുടാറ്.